ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. കുറേ അധികം ദിവസമായിട്ടോ ഡൈൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ അസുഖം വെച്ചാൽ പനി വന്നു, പിന്നെ മേലുവേദനയും ഒക്കെ ആയിട്ട് വലിയ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഷോർട്ട് വീഡിയോ ആയിട്ട് ലഞ്ച് ബോക്സ് സീരീസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇന്നത്തേതും ഒരുപാട് വലിയ വീഡിയോസൊന്നുമല്ല, പക്ഷേ ഇതിലൊരു അടിപൊളി റെസിപ്പി വരുന്നുണ്ട്. ഇത് ഞാൻ സുഖമില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുത്തൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പക്ഷേ എന്നാലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാമ്പാറാണ്. ഞാൻ തലേ ദിവസം ദോശയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സുഖമില്ലാത്ത ദിവസം ഞാൻ ദോശ അതുപോലെ തന്നെ വെള്ളപ്പത്തിനൊക്കെ അരച്ച് വെക്കും കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ രാവിലെ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിലേക്ക് ഒരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കിയതാണ്. കാരണം എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ട് സാമ്പാർ ഉണ്ടാക്കാൻ എനിക്ക് തീരെ വയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ്. എന്നാൽ ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനൊരു കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. ഈ സമയം തീ നന്നായിട്ട് കുറച്ച് വെക്കണം, കരിഞ്ഞു പോരുത്. കരിഞ്ഞു പോയാൽ ടേസ്റ്റ് മാറ്റം വരും. അപ്പോൾ അതിന് ശേഷം അതിലേക്ക് ഞാനിതിൽ വെജീസായിട്ട് ഏകദേശം ഒരു 1.5 സവാളയും 2 തക്കാളി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. വേറെ വെജിറ്റബിൾസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം കായവും അതുപോലെ തന്നെ വളരെ ഒരു ചെറിയ കഷ്ണം ശർക്കരയും ചേർത്ത് കൊടുക്കണേ. അതെന്തായാലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ സാമ്പാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണേ. ഇത് നമുക്ക് പരിപ്പ് വേകുന്നൊരു സമയം, അതാണ് ഇതിൻ്റെ ഒരു പാകം. എനിക്കിന്ന് വെജിറ്റബിൾസ് ഒന്നും അരിയാനൊന്നും ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വിചാരിച്ചു പെട്ടെന്ന് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന്. പക്ഷേ ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സാമ്പാറിന്. ഇവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് ഇല്ലെങ്കിൽ അവർ ടേസ്റ്റ് ഇല്ലയെന്ന് തന്നെ പറയും കേട്ടോ. പക്ഷേ ഇത് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് കടുക് താളിച്ച് വയ്ക്കണം. അതിന് മുമ്പ് കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണയും കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പിലയും മറ്റുള്ളതും കൂടെ ചേർത്തിട്ട് ഒന്ന് താളിച്ച് ഒഴിച്ചു. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ചട്നിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഫിദുവിന് നേരത്തെ പോകണ്ട്. അപ്പോൾ അവന് സാമ്പാറാവാനുള്ള സമയമില്ല. അതുകൊണ്ട് തന്നെ അവന് വേഗം പെട്ടെന്ന് ഒരു തേങ്ങാ ചട്നി ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇവിടെ സാമ്പാർ ഉണ്ടായാലും ചട്നിയും കൂടെ ഉണ്ടായാലും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഇനിയിപ്പോൾ സാമ്പാറൊന്ന് താളിച്ചൊഴിക്കുന്നുണ്ട്. സുഖമില്ലാത്ത ദിവസം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ കറികളൊക്കെയാണ് നല്ലത്. പിന്നെ അതുപോലെ തന്നെ വീട്ടിൽ നമ്മൾ ഒറ്റക്കും അതേപോലെ മക്കളൊക്കെ സ്കൂളിൽ പോകുന്നതും കൂടെ ആകുമ്പോൾ നമുക്ക് നേരത്തെ തന്നെ ഫുഡൊക്കെ ആവണമല്ലോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് പുളിയുടെ കുറവും കൂടെ ഉണ്ടായപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അത്യാവശ്യം ലൂസായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് വേണമെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. പക്ഷേ ഇവിടെ ദോശയിലേക്കും ഇഡ്ഡലിയിലേക്കൊക്കെ അത്യാവശ്യം ലൂസായിട്ടുള്ള സാമ്പാറാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ചുടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെ ഇനിയിപ്പോൾ സാമ്പാർ അപ്പുറത്തുനിന്ന് തിളക്കട്ടെ. ആ സമയം ഞാൻ ദോശ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവരൊക്കെ സ്കൂളിൽ പോയി. ഇനിയിപ്പോൾ ലഞ്ച് ഉണ്ടാക്കുകയാണ്. അപ്പോൾ കുറേ ദിവസമായി പറയുന്നത്, ഞാൻ ഈ സുഖമില്ലാത്തതുകൊണ്ട് തന്നെ അധികം പച്ചക്കറിയും അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നില്ല. അപ്പം കുറേ ദിവസമായി പറയുന്നു ബിരിയാണിയോ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ സ്കൂളിൽ വരുമ്പോഴേക്കൊക്കെ റെഡിയാക്കിയാൽ, അതേപോലെ കോളേജൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് റെഡിയാക്കിയാൽ വരുമ്പോൾ തന്നെ കഴിച്ചോളും, പിന്നെ രാത്രിയും കഴിച്ചോളും. ആദ്യം വിചാരിച്ചു എന്തെങ്കിലും തട്ടിക്കൂട്ടാന്ന്. പിന്നെ മക്കളിങ്ങനെ കഴിക്കാതിരിക്കുമ്പോൾ നമുക്കൊരു വിഷമാണല്ലോ. അപ്പോൾ പിന്നെ അനീഫ്ക പറഞ്ഞു വെജിറ്റബിൾസൊക്കെ ഞാൻ അരിഞ്ഞു തരാം, കുഴപ്പമില്ല, നമുക്ക് രണ്ടാം കൂടെ റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ അനീഫ്ക റെഡിയാക്കി തന്നു. അപ്പോൾ പിന്നെ എനിക്കൊക്കെ കുക്ക് ചെയ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫ്രൈഡ് റൈസ് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റുമല്ലോ. നിങ്ങൾ ഇതുപോലെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പലരും പല രീതിക്കാണ് ഉണ്ടാക്കുക. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ഇവിടെ എന്നല്ല, ഞാൻ 1-2 പരിപാടികൾക്ക് ഉണ്ടാക്കിയിട്ടും എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, ഇതിൻ്റെ റെസിപ്പിയായിട്ട് ഞാൻ കാണിച്ചിട്ടില്ല. വേറെ ഏതൊരു വീഡിയോന് മുമ്പേ കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നല്ല അടിപൊളി ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസാണ് കേട്ടോ. ഞാൻ പെട്ടെന്നൊന്ന് പറയുകയാണെങ്കിൽ ഓയിലും നെയ്യും കൂടെ ഇട്ടിട്ട് വേണം ചിക്കൻ ഫ്രൈ ചെയ്യാനും അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മാഗി ക്യൂബും കുരുമുളക് പൊടിയും സോയാ സോസൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒരുപാട് സമയം ഇട്ടിട്ട് ഇളക്കണ്ട. പിന്നെ അതിലേക്ക് നമുക്ക് തിളപ്പിച്ച് വേവിച്ച് വെച്ച റൈസും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അത്രയേ ഉള്ളൂ. പക്ഷേ പറഞ്ഞിട്ടല്ലേ നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ മേൽഭാഗത്ത് കുറച്ച് ചപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ അതൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ അതൊക്കെ അടിച്ചു വാരി തുടച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വർക്ക് ഏരിയ മാത്രമേ ക്ലീനിങ് ആയിട്ടുള്ളൂ.
പിന്നെ അതേപോലെ ഇതിലേക്ക് ഞാൻ ചിക്കന് വേറെ ഒന്നും ആക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ, അതിനായിട്ട് എനിക്ക് ആവുള്ളൂ. അങ്ങനെ വർക്ക് ഏരിയ ഒന്ന് അടിച്ചു വരുന്നതിന് ശേഷം ചിക്കൻ ഫ്രൈ ചെയ്യാനിട്ടു. അതേപോലെ തന്നെ ഫ്രൈഡ് റൈസ് ഒന്ന് ആവി കയറ്റാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് വർക്ക് ഏരിയയും കൂടെ തുടച്ചാൽ നമ്മളെ ഇന്നത്തെ പണികളൊക്കെ തീർന്നു. പിന്നെ നമ്മളിങ്ങനെ വർക്ക് ഏരിയയിൽ ഓരോ പണികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ അകത്തെ പണികളൊക്കെ ഓരോന്നോരോന്നായിട്ട് തീർത്താൽ ഒരുപാട് വൈകാതെ നമുക്ക് പെട്ടെന്ന് തന്നെ പണികൾ തീർക്കാൻ പറ്റും. പിന്നെ ഞാൻ അതകത്ത് ഇങ്ങനെ പണിയെടുക്കുന്നൊന്നും വീഡിയോ എടുത്തിട്ടില്ല, കാര്യമായിട്ട് സുഖമില്ലാത്തതുകൊണ്ട് തന്നെയാണ് വീഡിയോ ഒന്നും എടുക്കാത്തത്. ഇപ്പോൾ അൽഹംദുലില്ലാ വലിയൊരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. കാരണം ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് അരി ഭക്ഷണമൊക്കെ ഒന്ന് കുറച്ചിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതാ ഫ്രൈഡ് റൈസൊക്കെ ഞാൻ ടേബിളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ അടുക്കളയിലുള്ള ടേബിൾ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് അധികം ഫുഡ് കഴിക്കുക. അങ്ങനെ നീതു ഇന്ന് അവന് കോളേജ് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ, എന്തോ മീറ്റിംഗ് ഉണ്ടായിട്ട്. അപ്പോൾ അവൻ വന്നിട്ട് അവൻ ഫുഡ് കഴിച്ചു. ഇനിയിപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞാൻ ഉണ്ടാക്കിയ മയോണൈസ് തന്നെയാണ് കേട്ടോ. പിന്നെ കുറച്ച് സോസ് എടുത്തിട്ടുണ്ട്, ചിക്കൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.